നമസ്കാരം. ആദിമാർഗി മഹാചണ്ഡാല ബാബ മലവാരി, ഇയാളെക്കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. സമൂഹത്തിൽ വർഗീയ വിഷം കുത്തിവെച്ച് ജനങ്ങളെ കബളിപ്പിച്ച് ദളിതർക്ക് മറ്റു മതക്കാരോടുള്ള അതൃപ്തി മുതലെടുത്ത് വായിൽ കിടക്കുന്ന നാവിൻ്റെ ബലം കൊണ്ട് മാത്രം സുഭിക്ഷമായി ജീവിക്കുന്നവൻ. ഇവൻ്റെ യഥാർത്ഥ പേര് ബിജു എന്നാണത്രേ. ഇയാളെ ഇത്തരത്തിൽ സംബോധന ചെയ്യുന്നതിന് കാരണം ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിയും പെരുമാറ്റവും അനുസരിച്ച് ആദരവും ബഹുമാനവും കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇയാളെ സംബന്ധിച്ച് അത്തരമൊരു ആദരവിൻ്റെ ആവശ്യമേയില്ല. കോട്ടും സ്യൂട്ടുമിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് കോമാളി വേഷവും കെട്ടി സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന തല്ലുകൊള്ളിത്തരമാണ് പറയുന്നത് ഇയാൾ. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് കേരളമായി പോയി. അതുകൊണ്ട് മാത്രമാണ് ഇവനെപ്പോലെയുള്ള കപടന്മാർ ഇപ്പോഴും ഇങ്ങനെ മതിച്ചു പുളച്ചു ജീവിക്കുന്നത്. ഇക്കഴിഞ്ഞ വിഷുദിനത്തിൽ ചേർത്തലയിലുള്ള ഒരു മന്തി റെസ്റ്റോറൻറ്റ് ഉണ്ണിക്കണ്ണൻ്റെ ചിത്രത്തെ അവഹേളിച്ചുകൊണ്ട് ഒരു ആശംസാ കാർഡ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. അത് വലിയ വിവാദമാക്കുകയും ചെയ്തു. പിന്നീട് മലപ്പുറത്തെ ഒരു റെസ്റ്റോറൻറ്റും ഇത് ആവർത്തിച്ചു. ഇപ്പോൾ ഇവൻ ബിജു എന്ന ചണ്ഡാല ബാബ സഹിക്കാവുന്നതിനും അപ്പുറത്തുള്ള പരാമർശങ്ങളോടെ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. കുറിപ്പ് മാത്രമല്ല, ചിക്കൻ ഫ്രൈ കഴിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ ചിത്രവും. യഥാർത്ഥത്തിൽ ചോദിച്ചു വാങ്ങുകയാണ് ഇവനെ പോലെയുള്ള തട്ടിപ്പുകാർ. ആ കുറിപ്പ് ഞാൻ വായിക്കാം. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇത്തരക്കാർ ഈ സമൂഹത്തിൽ കുത്തിവെക്കുന്ന വർഗീയതയുടെ ഭീകരതയെക്കുറിച്ച്. അയാളുടെ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹോട്ടൽ ഉടമകൾ അവരുടെ ബിസിനസിന്റെ ഭാഗമായി കൃഷ്ണന്റെ പടത്തിനു മുമ്പിൽ മാംസം വിളമ്പിയത് ശരിയോ തെറ്റോ എന്നൊന്നും നമ്മുടെ വിഷയമല്ല. ഇസ്ലാമിക മതവിശ്വാസികൾ കൃഷ്ണന് സമർപ്പിച്ച മാംസം കഴിക്കുന്നത് ശരിയോ തെറ്റോ എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ടവർ തീരുമാനിക്കട്ടെ. ഭഗവാന് സമർപ്പിച്ച ഭക്ഷണം ഏതായാലും നമ്മുടെ മതവിശ്വാസ പ്രകാരം നമുക്ക് സ്വീകാര്യമാണ്. അതേ കഴിക്കാൻ പറ്റും. ഭഗവാന് സമർപ്പിക്കാതെ ഭുജിക്കുന്നവർ കള്ളന്മാരും പാപികളുമാണെന്നല്ലേ ഭഗവത്ഗീതാ വചനവും. ഭക്ഷണം ആരോഗ്യത്തിനും വിശപ്പകറ്റാനും ഉള്ളതാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതാകുന്നവർ രുചിയോടെ കഴിക്കുന്നു. മതവും വിശ്വാസവും ഇല്ലെങ്കിലും ഭക്ഷണം അതിൻ്റെ ഗുണം ചെയ്യും എന്ന് ശാസ്ത്രം. ഇനി വിഷയത്തിലേക്ക് വരാം. നാമും നമ്മുടെ പൂർവികരും ദൈവങ്ങൾക്ക് നിവേദിച്ചും കഴിച്ചും വരുന്ന മാംസഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ കണ്ണന് നിവേദിച്ച് പൂജിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശ്രമം ഭക്തരെ അറിയിക്കാൻ തയ്യാറാക്കിയ പോസ്റ്ററിനെ മുൻനിർത്തി ഞങ്ങളുടെ ദൈവീക വിശ്വാസത്തെ പുലഭ്യം പറയുന്നവർ അത്തരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു സംസ്കൃതി എന്തെന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആചാരവിശ്വാസങ്ങളും ഭക്ഷണക്രമങ്ങളുമുണ്ട്. ഞങ്ങളിൽ ചിലർ പണ്ട് മുതലേ പശുമാംസം വരെ കഴിക്കുന്നവരാണ്. എല്ലാവരും മാടുകളുടെ മാംസം കഴിക്കാറുമില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ വഴക്കിടാറോ ആരെയും തല്ലിക്കൊല്ലാറോ ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമെന്നാണ് പണ്ട് മുതൽ ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ പാരമ്പര്യ ദൈവസങ്കല്പങ്ങളെയും കേന്ദ്രങ്ങളെയും പൂണൂലിടിച്ച് ഞങ്ങളിൽ നിന്ന് അകറ്റി പടച്ചോറും പച്ചക്കറിയും കൊടുത്ത് ആലയത്തിലടച്ചപ്പോൾ ഞങ്ങൾ ആരും ഈ പുലഭ്യവുമായി വന്നില്ലല്ലോ. അന്നുമിന്നും ഞങ്ങളുടെ ദൈവങ്ങളുടെ അവകാശങ്ങൾക്കായി ഒരു വിശാല ഹിന്ദു ഐക്യക്കാരെയും ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഇത്തരക്കാർ എന്നും പച്ചക്കറി ബ്രാഹ്മണ്യത്തിന് വേണ്ടി മാത്രമാണ് നാമ ജപ ഘോഷയാത്രകൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആചാരവിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള ഒരു ഗുരു എന്ന നിലയിൽ നാം ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ വിശ്വാസങ്ങളെ ബ്രാഹ്മണവൽക്കരിച്ചപ്പോൾ മൗനം ഭജിച്ചവർ വിശാല ഹിന്ദുപക്ഷത്താണെങ്കിൽ ഞങ്ങളെയും ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ സ്വയം ബ്രാഹ്മണിസ്റ്റുകളാണെന്ന് തുറന്നു സമ്മതിക്കുക. എന്തായാലും നാം നമ്മുടെ കണ്ണനും സരസ്വതിക്കുമെല്ലാം മാംസം തന്നെയാണ് കാലങ്ങളായി മഠത്തിൽ നിവേദിക്കുന്നത്. ഇനിയും അത് തുടരും. സരസ്വതിക്ക് വൈദിക യാഗത്തിൽ പെണ്ണാടിനെയാണ് ബലി നൽകുന്നതെന്ന ഏർക്കര രാമൻ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ളവർ പോലും ബ്രാഹ്മണങ്ങളെ മുൻനിർത്തി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ബ്രാഹ്മണിസ്റ്റുകൾ ആക്ഷേപിച്ച സ്ഥിതിക്ക് ഈ പറഞ്ഞ ദേവതകളെയെല്ലാം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം കെട്ടി മാംസ നിവേദ്യ പൂജ ചെയ്ത് ലോകർക്ക് തുറന്നു കൊടുക്കണമെന്നാണ് നമ്മുടെ ആശ്രമത്തിൻ്റെയും ഭക്തരുടെയും ആഗ്രഹം. അധികം വൈകാതെ തന്നെ നാം അത് നിർവഹിച്ചു കൊടുക്കും. ഈ നാട്ടിൽ നാം പിൻപറ്റുന്ന മതത്തെ മുൻനിർത്തി ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരു കലാപമുണ്ടാക്കാൻ നാം ആരെയും അനുവദിക്കില്ല. ആയതിന് കൃഷ്ണൻ മാംസം ഭുജിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയേ തീരൂ എന്നാണെങ്കിൽ നാം അത് ചെയ്യും. അതുകൊണ്ട് കണ്ണനും സരസ്വതിക്കും വിഷ്ണുവിനും ശിവനുമെല്ലാം മാംസം സമർപ്പിക്കേണ്ടി വരും, പോസ്റ്റർ ചെയ്യേണ്ടി വരും. നമ്മുടെ ദൈവങ്ങൾക്ക് ചെയ്തു കൊള്ളുക. പച്ചക്കറിക്കാരുടെ ഇതേ ദൈവങ്ങളെ വെറുതെ വിടുക. നാം നമ്മുടെ ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടനയും നാം പിന്തുടരുന്ന ധർമ്മവും അതിന് അനുവാദം നൽകുന്നുണ്ട്. അപരൻ്റെ ദൈവങ്ങളെ നിന്ദിക്കുന്നത് തെറ്റാകയാൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആരും അപ്രകാരം ചെയ്യുകയുമരുത്. അതായത് ഗുരുവായൂരിൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട വിഗ്രഹത്തിന് മുമ്പിൽ മാംസം നിവേദിക്കണമെന്ന് നാം പറയുന്നില്ല. അവിടുത്തെ ആചാര്യൻ അത് വ്യവസ്ഥ ചെയ്തതായി അറിവില്ല. അത് അദ്ദേഹത്തിൻ്റെ രീതി എന്നു കരുതി നമ്മുടെ കണ്ണനും പെരുമാൾക്കും മാംസം നിവേദിക്കരുത് എന്ന് പറയാൻ അദ്ദേഹത്തിനും അധികാരമില്ല. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മഠത്തിൽ ഒരു മുഴുക്കോഴിയുടെ പച്ച മാംസം വിഷുവിന് കണിക്ക് വെച്ചത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ടതാണ്.
മാംസദർശനം ഉത്തമ ശകുനമായാണ് ഈ ധർമ്മം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇപ്പോൾ കുഴിമന്തിയുമായി ബന്ധപ്പെട്ടല്ല നാം പറയുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഞങ്ങളുടെ മാംസഭക്ഷണ നിവേദ്യ പാരമ്പര്യത്തെ ആരെങ്കിലും കൂട്ടമായോ ഒറ്റയ്ക്കോ നിയമപരമായോ ആക്ഷേപിക്കാനും ഇല്ലാതാക്കാനും മാംസഭക്ഷകരെ രണ്ടാം കിട പൗരന്മാരായി ചിത്രീകരിക്കാനും രംഗത്ത് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നാം പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പന്നിയെ പൊക്കി ആരും നമ്മുടെ മുന്നിൽ വരണ്ട. അത് നാം മലപ്പുറത്തുള്ളപ്പോൾ പാകം ചെയ്ത് ദേവതകൾക്ക് നിവേദിച്ചിട്ടുള്ളതാണ്. മുൻ DGP സെൻകുമാർ മലപ്പുറത്ത് പോർക്ക് മാംസഭക്ഷണം കഴിച്ചാൽ ലോകാവസാനം സംഭവിക്കുമെന്ന് ഒരു TV മാധ്യമത്തിലെ വാർത്തയ്ക്കിടെ ആ കാലത്ത് പറഞ്ഞിരുന്നു. ആയതിൻ്റെ ഭാഗമായി ചെയ്തതാണ്. ജാതി മത ലിംഗ ഭേദമില്ലാതെ മലപ്പുറത്തെ മക്കൾ ആ ഒരു മഹോത്സവത്തിന് സഹകരിച്ചിട്ടുള്ളതാണ്. ആരും അപ്പോൾ എതിർത്തില്ലെന്നും ഇപ്പോൾ ചില ഹിന്ദുത്വർ അഹിഷ്ണുതാപരമായി പുലഭ്യം പറയും പോലെ പറഞ്ഞില്ല എന്നും എടുത്തു പറയട്ടെ. വിശ്വാസികളോട് ഒരു അഭ്യർത്ഥന മാത്രം. ആർക്കും ഒരു ഗുണവുമില്ലാത്ത ചിലർ മതത്തെ ആയുധമാക്കി, അത് ഏത് മതക്കാരായാലും വർഗീയ കലാപം ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരായാലും അവരെ അകറ്റി നിർത്തിയാൽ ഈ രാജ്യത്ത് എല്ലാവർക്കും പരസ്പര സാഹോദര്യത്തിൽ സമാധാനമായി ജീവിക്കാം. യത് കരോഷി യദശ്നാസി യജ്ഹോമി ദാദാസിയത് യത്തപസ്യത്സി കൗന്ദേയ യത് കുരുഷ മതർപ്പണം. കണ്ണിൽ പൊടിയിടാനും താനെന്തോ വലിയൊരു പണ്ഡിതനാണെന്ന് കാണിക്കാനുമായി ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൻ്റെ വരികൾ എഴുതിക്കൊണ്ടാണ് ഇവൻ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തന്തയില്ലായ്മത്തരം പറയാം, പക്ഷേ അതൊരു പരിധി വിടുമ്പോഴാണ് പ്രശ്നം. ഇവൻ്റ് മാനേജ് കമ്പനികളെ വെച്ചു നടത്തുന്ന കോമാളിത്തരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാക്കിയിരുന്നു. ഇവൻ ആരോ ഫണ്ട് ചെയ്യുന്നുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. സമാധാനപരമായി ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിൽ വിഷം കുത്തിവെക്കാനാണ് ഇവനെയും TS ശ്യാംകുമാറിനെയും പോലെയുള്ളവർ ശ്രമിക്കുന്നത്. ഇത്തരക്കാരെ നിലയ്ക്കു നിർത്താൻ ഇവിടുത്തെ നിയമ സംവിധാനം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആശ്രമമെന്ന് ഇവൻ സ്വയം പറയുന്ന ഇവൻ്റെ താവളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് പുറത്തു വരുമെന്നുറപ്പാണ്. അത് സമീപഭാവിയിൽ തന്നെ നമ്മൾ കാണുകയും ചെയ്യും.